സാധ്യതയുള്ള ഒന്നാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇത് ശ്രീ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന നോവലിനെ മുൻനിർത്തി ഈ ആശയങ്ങളെ കുറിച്ചുള്ള ചില ആലോചനകളായി പരിമിതപ്പെടുത്താം എന്നാണ് കരുതുന്നത്. കാരണം അരമണിക്കൂർ സമയമാണ് ഉള്ളത്. അതിനുള്ളിൽ ഈ നോവലിലോ ഉന്നയിക്കപ്പെട്ട ആശയങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളോ മുഴുവൻ അഭിസംബോധന ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ നോവലിനെ മുൻനിർത്തിയും എന്നാൽ ഈ ആശയത്തിന്റെ പലതരത്തിലുള്ള സൂക്ഷ്മാംശങ്ങളെ പരിഗണിച്ചുകൊണ്ടും അരമണിക്കൂറിനുള്ളിൽ ചില ആശയങ്ങൾ ചർച്ച ചെയ്യാം എന്ന നിലയിലാണ് ഈ സെഷൻ സംവിധാനം ചെയ്തിട്ടുള്ളത്. നിരീശ്വരൻ എന്ന നോവൽ 25 പതിപ്പ് പിന്നിട്ട് കഴിഞ്ഞ ഒരു നോവലാണ്. ജെയിംസിന്റെ മലയാള നോവലിന്റെ ചരിത്രത്തിലുള്ള സവിശേഷമായ ഒരു സ്ഥാനം വായനക്കാരെന്ന നിലയ്ക്ക് നമ്മളൊക്കെ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നോവലുകൾ നമ്മുടെ നോവലിന്റെ ഭൂമികയെ കുറെയൊക്കെ നവീകരിക്കുന്ന പ്രമേയ പരിസരങ്ങളെ കണ്ടെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചോരാശാസ്ത്രമായാലും ദത്താവഹാരമായാലും ആന്റിക്ലോക്ക് ആയാലും നിരീശ്വരനായാലും ഒക്കെ സാധാരണ മലയാള നോവലിന്റെ മുഖ്യധാര നോവലുകളുടെ ഒരു പ്രമേയ പരിസരത്ത് നിന്ന് മാറി ശാസ്ത്രത്തിലേക്കും തത്വചിന്തയിലേക്കും മതത്തിലേക്കും അത് ഉന്നയിക്കുന്ന ചില അടിസ്ഥാന ചോദ്യങ്ങളിലേക്കും ഒരു ഭാഗത്ത് കടക്കുകയും മറുഭാഗത്ത് അത് നമ്മുടെ കേരളീയ ജീവിതത്തിന്റെ ഒക്കെ തന്നെ പരിസരങ്ങളിൽ അത് വേരൂന്നി നിൽക്കുകയും ചെയ്യുന്നു. പറയുന്നത് പണ്ട് നോവലുകളെ കുറിച്ച് പറയുമ്പോൾ സമകാലിക സാമൂഹ്യ സ്ഥിതികളിൽ നിന്ന് ഭാവിയിലേക്ക് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന നോവലുകൾ എന്ന നിലയ്ക്ക് സോഷ്യൽ ഫോർമുല നോവൽ എന്ന ഒരു കാറ്റഗറിയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതായത് ഒരു സമൂഹത്തെ നോക്കിക്കണ്ട് ആ സമൂഹത്തിൽ പ്രബലമായി നിൽക്കുന്ന ചില അടിസ്ഥാന ഘടനകളെ ഒരു ഭാവി കഥയായിട്ട് അവതരിപ്പിക്കുക എന്ന നിലയിലാണ് സോഷ്യൽ ഫോർമുല നോവൽ എന്നൊരാശയം റെയ്മണ്ട് വില്യംസ് ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്നാൽ ജെയിംസിന്റെ നോവലുകളിൽ അങ്ങനെ ഒരു ഭാവി കഥ എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷന്റെ ഒരു യുക്തിയിലുമല്ല, മറിച്ച് നമ്മുടെ സാമൂഹ്യ ജീവിത സന്ദർഭത്തിനകത്ത് തന്നെ എന്നാൽ ഈ പ്രമേയങ്ങളെ പല നിലയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ നോവലുകളൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതൊരു സവിശേഷ മണ്ഡലമാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. ഈ നോവലിലേക്ക് വന്നാലും ഞാൻ കരുതുന്നത് ഈ നോവലിന്റെ ശീർഷകത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് എന്ന് കരുതുന്നു. നിരീശ്വരൻ എന്ന വാക്ക് ഈശ്വരനോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നിരീശ്വരൻ എന്ന വാക്ക് നിരീശ്വരൻ എന്നതിലേക്ക് കൂട്ടിവിളക്കപ്പെടുന്നതോടെ പലതരത്തിലുള്ള അർത്ഥവിവക്ഷകൾ അതിൽ വരുന്നുണ്ട്. നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ ശാസ്ത്രവും മതവും യുക്തിവിചാരവും വിശ്വാസത്തിന്റെ കെട്ടുപിണയലുകളും എല്ലാം ഈ പദവുമായി ചേർന്ന് വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പദയോജന വഴി ലക്ഷ്യം വെച്ച ആശയം എന്താണ്? നിരീശ്വരം എന്നത് സാധാരണ നിലയിൽ ഈശ്വരന്റെ വിപരീതമാണ്. പക്ഷെ നിരീശ്വരൻ ആക്കിക്കൊണ്ട് അതിനെ ഏത് നിലയിലാണ് അങ്ങനെ ഒരു ആലോചനയിലേക്ക് എത്തിയത്? അതിൽ നമുക്കത് തുടങ്ങാൻ തോന്നും. വാസ്തവത്തിൽ ഞാൻ കാലഘട്ടങ്ങളിൽ എനിക്ക് നിരീശ്വരൻ എന്ന് കേൾക്കും, നിരീശ്വരൻ എന്ന് കേൾക്കും ഈശ്വരന്റെ വിപരീതമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഏറ്റവും ഒരു ക്രിസ്ത്യൻ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന സൺഡേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് ആ ഒരു വിശ്വാസ രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തി. പക്ഷെ നമുക്ക് കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര സത്യം എന്താണെന്നതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ആകാംക്ഷ തോന്നുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ക്രിസ്തീയമായിട്ടും അല്ലെങ്കിൽ ഹൈന്ദവ രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം ഏത് രീതിയിലും നോക്കിയാൽ എല്ലാവരും ഒരു ഈശ്വരനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഈശ്വരനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഭിന്നിച്ച് നിൽക്കുന്നതാണെങ്കിലും എല്ലാവരും അവകാശപ്പെടുന്നു എന്റെ സൃഷ്ടാവാണ് ഈശ്വരൻ എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ ഒരേ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ മൂന്ന് ആളുകളായിട്ട് അവകാശപ്പെടുന്നു. രണ്ടാമതൊരു ചോദ്യം എന്റെ മുന്നിൽ വന്നത് എല്ലാവരും അവരുടെ ഈശ്വരനെ സർവ്വവ്യാപിയാണ്, ഓംനി പ്രസന്റ് ആണ്, എല്ലായിടത്തും പ്രസന്റ് ആണ്. അപ്പം ഒരു ഈശ്വരന് മൊത്തം പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരാളെ ഉണ്ടാകാൻ പാടില്ല. സർവ്വവ്യാപിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തും വസ്തുക്കളിൽ കൊണ്ട് വ്യാപിക്കണം, മനുഷ്യരിൽ വ്യാപിക്കണം, വസ്തുക്കളിൽ വ്യാപിക്കണം. ഒരു നരകമുണ്ടെങ്കിൽ നരകത്തിൽ വ്യാപിച്ചിരിക്കണം, ഒരു പിശാചുണ്ടെങ്കിൽ പിശാചിൽ വ്യാപിച്ചാൽ മാത്രമേ സർവ്വവ്യാപിത്വം ഉണ്ടാവുകയുള്ളൂ. അപ്പം ദൈവം ഈ നരകത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് സർവ്വവ്യാപിത്വമില്ല, അദ്ദേഹം പരിമിതനായി പോയി. ഈ ഒരു ആശയം എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമില്ലെന്ന് പറയുന്നവർ
അവരിലും എന്നിലും എല്ലാവരിലും ഈ ഈശ്വരൻ തന്നെ വ്യാപിച്ചേ മതിയാവൂ എന്നുള്ളിടത്താണ് ഈ വിശ്വാസവും അവിശ്വാസവും ഒരു ദ്വന്ദ്മായി നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തെ പരിശോധിക്കാനുള്ള ശ്രമമായിട്ടാണ് നിരീശ്വരൻ തുടങ്ങുന്നത്. പേര് ആദ്യം ആ പേരാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നെ ഈ 3 യുക്തിവാദികളായ 3 യുവാക്കൾ ചേർന്നിട്ട് ഈ നിരീശ്വരനെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഈ കഥ പുരോഗമിക്കുമ്പോഴാണ് ഇതിന്റെ പല ആശയങ്ങളും അടിസ്ഥാനപരമായിട്ട് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്ക് കുറെ ശാസ്ത്രീയമായ ആശയങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു ഫിലോസഫിയെ സ്വീകരിക്കുകയാണെങ്കിൽ ആ ഫിലോസഫി എനിക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ശാസ്ത്രീയമായ അടിത്തറ കൂടി ബോധ്യപ്പെട്ടാലേ അത് എനിക്ക് ഉറക്കുകയുള്ളൂ. അങ്ങനെ ഫിലോസഫിയിലുള്ള അന്വേഷണവും ശാസ്ത്രത്തിലുള്ള അന്വേഷണവും കൂടെ മുന്നോട്ട് പുരോഗമിക്കുമ്പോഴാണ് നിരീശ്വരൻ എന്ന കൃതി പൂർത്തിയാകുന്നത്. ഇവിടെ ശാസ്ത്രവും ദർശനവും നമുക്ക് ഒരേ സമയത്ത് കാണാം, അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് കാണാം. പക്ഷെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു 3 ലെയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എഴുത്തുകാരൻ എന്നതിൽ നമ്മൾ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് ഒന്ന് കഥയുടെ ഒരു ലെയറാണ് ആദ്യത്തെ ലെയർ. അപ്പോൾ വെറും കഥ നോക്കുന്ന ഒരാൾക്ക് ആ കഥയുടെ പുരോഗതിയിലൂടെ ആകാംക്ഷയിലൂടെ കടന്നു പോയത്. രണ്ടാമത് വികാരങ്ങളുടെ ഒരു ലെയർ ഉണ്ട് അതിനകത്ത്. ആ രണ്ടാമത്തെ ലെയറിന് അപ്പുറം തന്നെ ബൗദ്ധികമായ ഒരു ലെയർ, ഫിലോസഫിക്കലായിട്ടുള്ള ലെയർ. എല്ലാവരും അതിലേക്ക് പ്രവേശിക്കണമെന്ന് പോലും നിർബന്ധമില്ല. അപ്പം 3 തരത്തിലുള്ള വായനകൾ സാധ്യമാവുകയും എന്നാൽ ഈ 3ാം വായന ബൗദ്ധികമായ തലത്തിൽ, ഫിലോസഫിക്കലായ തലത്തിൽ വായന സാധ്യമാകുന്നവർ അവിടെ ആ ചുരുക്കം പേര് വളരെ വികാരപരമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്നുകൊണ്ട് അതിന്റെ ഒരു ലഹരിയിൽ പലപ്പോഴും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ നിരീശ്വരൻ എന്ന നോവൽ ഉൽപ്പത്തി അതിന് പിന്നിലുള്ള വിചാരം ഇതാണ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതില് മതം ഈ നോവലിലെ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. ഒരു നിലയ്ക്ക് മനുഷ്യവംശത്തിന്റെ ചരിത്രവുമായി ഏറ്റവും ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ് മതവും ദൈവവും. അതിപ്പോ കേവലം വിശ്വാസമാണ്, ആളുകളുടെ അറിവില്ലായ്മയാണ് എന്ന നിലയ്ക്ക് അതിനെ കാണുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ കേവലമായ വിശ്വാസത്തിന്റെ അറിവില്ലായ്മയുടെയോ മാത്രം പ്രശ്നമായിട്ടല്ല. ഇപ്പൊ മാർക്സ് മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചർച്ചകളിൽ ഒരിടത്ത് പറയുന്ന ഒരാശയം ജനങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ അത് ഭൗതിക ശക്തിയാണ് എന്ന് പറയും. An idea becomes a material force when it grips the mass എന്ന് പറയും. ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കിയ ഒരു ഭൗതിക ശക്തിയാണ്. ഇങ്ങനെ ഭൗതിക ശക്തിയായി പരിണമിച്ച മനുഷ്യവംശ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബലിഷ്ഠമായ ആശയങ്ങളിൽ ഒന്നാണ് ദൈവം എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു മറുപുറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിമുറുക്കം ഏത് ആശയവ്യവസ്ഥയ്ക്കും വരാം എന്നത് മറ്റൊരു സാധ്യതയാണ്. ഇപ്പൊ ശാസ്ത്രം അടിസ്ഥാനപരമായി പ്രാപഞ്ചികതയുടെ സൂക്ഷ്മ സ്വരൂപത്തെ വിശദമാക്കാൻ ശ്രമിക്കുന്നു, സത്യാന്വേഷണത്തിന് അതിൻ്റെതായ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിലൂടെ ഒരു നിലയ്ക്ക് ദൈവാന്വേഷണത്തിന്റെ വഴിയിലെ ചില പ്രമേയങ്ങളെ ശാസ്ത്ര അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞരിൽ ചിലരെങ്കിലും ഒക്കെ കരുതുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ ദൈവം പകിട കളിക്കില്ല എന്ന് ഐൻസ്റ്റൈൻ പണ്ട് പറയുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ശതാബ്ദി കൂടിയാണല്ലോ. ദൈവം പകിട കളിക്കില്ല എന്ന് ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പോൾ ഐൻസ്റ്റൈന് തന്നെ ഒരു പരിഭ്രമം തോന്നുന്നുണ്ടായി. നമ്മുടെ നാട്ടിലെ പല ശാസ്ത്ര ചിന്തകരും ഇപ്പോ കാപ്രയെ ഞാൻ വെറുതെ പറയുന്നു എന്നേ ഉള്ളൂ. കാപ്രയുടെ പ്രധാനപ്പെട്ട ശാസ്ത്രാന്വേഷണങ്ങൾ ദൈവാന്വേഷണത്തിന്റെ വഴിയിലല്ല. പക്ഷെ കാപ്ര അങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ നിങ്ങൾക്ക് അതിഭൗതികമെന്ന് വിളിക്കാവുന്ന ചില പ്രതലങ്ങളിൽ ചെന്ന് തൊടാമെന്നും ആ പ്രതലങ്ങൾ ഒരുപക്ഷെ മതവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നും കരുതുന്ന ഒരു വിചാര രീതി നമ്മുടെ ആശയ പരിസരത്തുണ്ട്. അതിന്റെ വളരെ ക്രൂഡായ തലത്തിൽ ഇത് അമ്പലപ്പറമ്പുകളുടെ വർഗീയ പ്രചരണത്തിന്റെ ഉപാധിയായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് അതിനെ സൂക്ഷ്മവൽക്കരിച്ച് പ്രൈസൻബർഗിനെ പോലെ ഒരാളുടെ ആശയത്തിലോ അല്ലെങ്കിൽ വലിയ തത്വചിന്തകരുടെ ആശയത്തിലോ ഒക്കെ ഈ ഒരു ആശയം കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആകട്ടെ ഈ നോവലില് അതിന്റെ ഒരു വിപരീത യുക്തിയാണ് ഉള്ളത്. കാരണം യുക്തിയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നിരീശ്വരൻ എന്നൊരു ആശയത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ യുക്തി തന്നെ അതിന്റെ വിപരീത ക്രമത്തിൽ സഞ്ചരിക്കുന്നതാണ് നോവലിലൂടെ, അല്ലെങ്കിൽ വിപരീത വഴിയിലേക്ക് നീങ്ങുന്നതാണ് നോവലിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ മതവും ശാസ്ത്രവും തമ്മിലുള്ള ഈ ഒരു കൺഫ്രണ്ടേഷനെ, അതിനെക്കുറിച്ചുള്ള ആലോചനകളെ നോവലിന്റെ സന്ദർഭത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഒരു ശാസ്ത്രജ്ഞനായി ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടി ഇതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരു മതത്തിൽ ജനിച്ചു വളർന്ന അതിൻ്റെതായ രീതികളിലൂടെ കടന്നു എത്തുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ശാസ്ത്രത്തെ ഞാൻ സമീപിക്കുമ്പോൾ ഈ മതം എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും.
അപ്പം മാഷ് തന്നെ പറയുകയുണ്ടായി, ചിലർ ഈ മതത്തെ വേറെ ചില സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത്. നമുക്ക് ഈ ശാസ്ത്രത്തെ ആയാലും മതത്തെ ആയാലും എന്തിനെ ആയാലും നമ്മുടെ ബുദ്ധി അതിൻ്റെ കൂട്ടത്തിൽ മാനുഷിക മൂല്യം എന്ന ഒരു സാധനം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പുരോഗതിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ അതേ ബുദ്ധിയെ തന്നെ നമുക്ക് അതിനകത്ത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ ബുദ്ധി എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ കുബുദ്ധി എന്ന് വേണേൽ പറയാം. കുബുദ്ധിയും ബുദ്ധി തന്നെയാണ് വാസ്തവത്തിൽ. പക്ഷെ കുബുദ്ധിയിൽ സ്വാർത്ഥത കലരുന്നു, കളവ് കലരുന്നു. ബുദ്ധിയിൽ മനുഷ്യ നന്മയെ കുറിച്ചുള്ള വിചാരങ്ങൾ കലരുന്നു. ഒരുപക്ഷെ മതം വിഭാവനം ചെയ്തത് ഈ മനുഷ്യ നന്മയെ കുറിച്ചുള്ള വിചാരം തന്നെ ആയിരിക്കാം എന്നുള്ള വിചാരവാദത്തിന് വേണ്ടി മുന്നിലേക്ക്. അതായത് ഇപ്പം ക്രിസ്ത്യാനിറ്റി വിഭാവനം ചെയ്യുന്ന കരുണ, സ്നേഹം, ശത്രുവിനെ പോലും സ്നേഹിക്കുക, വിഭാവനത്തിൽ ഒരു തെറ്റില്ല. അപ്പം തന്റെ അയൽക്കാരനെ പോലും തന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സോഷ്യലിസത്തിന്റെ പരമാവസ്ഥയായി അവിടെ. പക്ഷെ ആ വിഭാവനം ചെയ്തതിനെ അത് കൈയാളുന്നവർ അതേ ഒരു രീതിയിൽ കൈയാളുന്നുണ്ടോ, അവിടെ എന്ത് കലർപ്പ് കലരുന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനെ മാഷ് പറയുക ദൈവം പകിട കളിക്കുകയില്ലെന്ന് പറഞ്ഞ് അത് വളരെ പ്രസിദ്ധമായ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ 1935 നമ്മുടെ ഈ ഫണ്ടമെന്റൽ എന്നുള്ള പ്രതിഭാസത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകുന്നു. അപ്പൊ അന്ന് ഈ ശ്രോഡിംഗർ ഒക്കെയാണ് പറഞ്ഞ ആ ഒരു ആശയത്തെ ഐൻസ്റ്റീൻ വാസ്തവത്തിൽ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ശാസ്ത്രത്തിന്റെ പരമ നിലയിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് നോൺ ലോക്കലായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ നടക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ചിന്തയ്ക്കും ശാസ്ത്രബോധത്തിനും അന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ശാസ്ത്രത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിനെല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടേ വിദ്യാഭ്യാസ ശാസ്ത്രം സ്വീകരിക്കുകയുള്ളൂ. പക്ഷെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിന്റെ അന്നത്തെ ഒരു ശാസ്ത്ര രീതിയിൽ രാവിലെ അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനോട് അനുകൂലിക്കുന്നു. പക്ഷെ 90 വർഷത്തിന് ശേഷം 2022 അത് ശാസ്ത്രമായി പ്രൂവ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് നോബൽ പ്രൈസ് നേടുകയാണ്. അപ്പൊ ഈ 90 വർഷം ശാസ്ത്രത്തിന് കാത്തിരിക്കേണ്ടി വന്നു ഇതിനെ സ്വീകരിക്കാൻ. അത് വാസ്തവത്തിൽ ഈ പ്രകൃതി ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ കണ്ടെത്താനുള്ള വൈകലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതിഭാസം, അതായത് ആ പ്രതിഭാസത്തിൽ ഈ എൻവയോൺമെന്റ് പ്രതിഭാസത്തിൽ ഒരൊറ്റ സിസ്റ്റമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പൊ എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടിനെ നമ്മൾ എപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു ആ നേരത്താണ് മറ്റേ പാർട്ട് ഇതിന്റെ ആ സ്വഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഒരൊറ്റ സിസ്റ്റമാണെന്നും ഒരു ബോധ സിസ്റ്റമാണെന്നും എന്നുള്ള രീതിയിലേക്ക് ഇന്നിപ്പോ ശാസ്ത്രജ്ഞർ പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അടിസ്ഥാനം, ഈ അനവധിയുടെയും മാറ്റത്തിന്റെ അടിസ്ഥാനം പോലും കോൺഷ്യസ്നെസ് ആണ് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് ഒന്നാണ് എന്ന ഒരു നിലയിൽ നമ്മുടെ വേണമെങ്കിൽ ശങ്കരന്റെ ഒരു വാദത്തെ നമ്മൾ ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, അത് നമ്മൾ നിരീശ്വരൻ എന്ന നോവലിൽ ഊർജ്ജസത്യം, വസ്തുമിഥ്യ എന്ന ശാസ്ത്ര രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നത്. എല്ലാത്തിന്റെ അടിസ്ഥാനം ഒന്നാണെന്നുള്ള ഒരു കണ്ടെത്തൽ. അതിലാണ് ഞാൻ അന്വേഷണം നടത്തിയത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് ഞാനൊരു ശില്പം ഉണ്ടാക്കിയ ഒരു ഗ്രാമത്തിന്റെ, അതിന്റെ പശുവുണ്ട്, ആടുണ്ട്, മനുഷ്യരുണ്ട്, വീടുകളുണ്ട്, മരങ്ങളുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഓർമ്മ കൊട്ടുന്നില്ല. ചെന്ന് നോക്കുമ്പോൾ ആ പശു എത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, ആടിനെ എത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് നാമം കൊണ്ടും രൂപം കൊണ്ടും ഇവയെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അപ്പൊ ആ തരത്തിലാണ് നിരീശ്വരത്വം എന്നത് വരുന്നത്. അടിസ്ഥാനപരമായിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്ന, നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിനെയും നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നോക്കി നിൽക്കുന്ന സമയത്താണ് ശാസ്ത്രത്തിൽ തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്ന ശാസ്ത്രത്തിന് എല്ലാം ഭിന്നമായിട്ട് തോന്നുന്നു. പക്ഷെ കോൺഷ്യസ്നെസ് അഥവാ ബോധം എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് മാഷിനും എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടൂൾ കൊണ്ട് മാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന തലത്തിൽ ഉള്ള എല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രകടമായിട്ട് അനുഭവപ്പെടുന്ന തലത്തിലുള്ള ആന്തരമായ ഏകത്വമാണ് വാസ്തവത്തിൽ നിരീശ്വരത്വം എന്ന് പറയുന്നത്. നിരീശ്വരത്വം എന്ന ആശയത്തെ ജെയിംസ് ഇവിടെ വിശദീകരിക്കുന്നത് വാസ്തവത്തിൽ ഈശ്വരൻ നിരീശ്വരൻ എന്ന ബൈനറിക്കപ്പുറം പ്രാപഞ്ചികമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സത്താപരമായ ഒന്നിനെയാണ് നിരീശ്വരം എന്ന വാക്കുകൊണ്ട് ജെയിംസ് ഈ നോവലിലും
അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലും പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇപ്പോ ഈ ശാസ്ത്രം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ഈ നോവലുമായി ബന്ധപ്പെടുത്തി തന്നെ ഒരു കാര്യം, ഇപ്പൊ ജെയിംസ് പറഞ്ഞതിനോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം ചോദിക്കാമെന്ന് കരുതുന്നത്, ശാസ്ത്രത്തെ ഒരു അമൂർത്തമായ ജ്ഞാനമായിട്ടാണോ കാണേണ്ടത് എന്നൊരു ചോദ്യം ശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ ഇപ്പോൾ വളരെ സജീവമാണ്. ഇപ്പോൾ 20ാം നൂറ്റാണ്ടിൽ ശാസ്ത്രചരിത്രം ഏറ്റവും നന്നായി എഴുതപ്പെട്ട ഒരു കൃതി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ബർണൽ എന്ന് പറയുന്ന JD ബർണൽ എന്ന് പറയുന്ന ശാസ്ത്രചരിത്രകാരന്റെ സയൻസ് ഇൻ ഹിസ്റ്ററി എന്നാണ്. ഹിസ്റ്ററി ഓഫ് സയൻസ് അല്ല, സയൻസ് ഇൻ ഹിസ്റ്ററിയാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയുന്ന സമയത്ത് ശാസ്ത്രം കേവലമായ ഒരു ജ്ഞാനമായി മാറുകയാണ്. സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് ചരിത്രത്തിലെ മറ്റ് പലതരം ബന്ധങ്ങളോട്, അധികാരത്തോട്, വർണ്ണവിവേചനത്തോട്, കൊളോണിയലിസത്തോട്, ജാതിയോട് ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ജ്ഞാനമായി, ഒരു ഭൗതിക പ്രയോഗരൂപമായി ശാസ്ത്രം മാറുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശാസ്ത്രം കേവലമായ ഒരു സത്യാത്മകതയുടെ മാത്രം മണ്ഡലമാണ് എന്ന് കരുതുക പ്രയാസവുമാണ്. ഇപ്പൊ ശാസ്ത്രത്തെ കുറിച്ചുള്ള ഈ വിമർശനാത്മകമായ, ഈ എന്താ പറയാ, പ്രകരണനിഷ്ഠമായ, ചരിത്രപരമായിട്ടുള്ള ഒന്ന് എന്ന സങ്കല്പവും ഈ പറയുന്ന ഇപ്പൊ ഈ വിശദീകരണത്തിന്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നേരത്തെ പറഞ്ഞ ബേണില് നമ്മുടെ പരീക്ഷണശാലയുടെ മുമ്പിൽ നമ്മുടെ നടരാജൻ ഇരിപ്പുണ്ടിരിക്കും. ഏതാണ്ട് 5 അടി പൊക്കത്തിലുള്ള നടരാജ വിഗ്രഹവും അതിന്റെ താഴെ മറ്റേ ടാബോ ഫിസിക്സില് അതിനെ കുറിച്ച് കാപ്പർ എഴുതിയ വരിയും ഒക്കെ ആയിട്ട് ഇതിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദൈവഗണം എന്ന സവിശേഷമായ പേരിട്ട് ഫിസിക്സിനെ ഏതാണ്ട് നമ്മൾ ദൈവവിചാരവുമായിട്ട് ചേർക്കുന്ന ഒരു പ്രതലം വരെ ഉണ്ടായിട്ടുണ്ട്. അതാണെങ്കിൽ അത്ര നിഷ്കളങ്കവുമല്ല. കാരണം ഇന്ത്യൻ ഇപ്പൊ അനന്തകുമാരസ്വാമിയാണ് ഇതിനെ ഡാൻസ് ഓഫ് ശിവ എന്നതിനെ ഒരു പ്രാപഞ്ചിക നടനമൊക്കെ ആക്കി മാറ്റി അവതരിപ്പിച്ചത്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ വരികയാണ്. അപ്പൊ ഈ നോവലിൽ സംഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മള് ശീർഷകത്തിൽ പറഞ്ഞതുപോലെ ഭക്തിയും വിഭക്തിയും എന്ന ഒരു തലമുണ്ട്. ഭക്തി ഒരു വിശ്വാസത്തിൻ്റെതാണെങ്കിൽ വിഭക്തി ജ്ഞാനത്തിന്റെയോ അല്ലെങ്കിൽ ശാസ്ത്രബോധത്തിന്റെയോ വിമർശനബോധത്തിന്റെയോ യുക്തിയുടെയോ ഒക്കെ ഒരു തലമാണ്. അപ്പൊ ഈ യുക്തിയുടെ തലത്തെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ യുക്തിയുടെ തലത്തെ സാമൂഹികമോ ചരിത്രപരമോ ഒക്കെ ആയ ബന്ധങ്ങൾക്ക് പുറത്ത് കേവലമായ ഒരു ജ്ഞാനമായി, നേരത്തെ പറഞ്ഞ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ കൺസീവ് ചെയ്യുന്നത് എത്രത്തോളം സാധുവായിരിക്കും. ഒരു പ്രപഞ്ചാന്വേഷണം എന്ന നിലയ്ക്കുള്ളതിന്റെ വ്യാപ്തിയെ ഞാൻ നിരസിക്കുകയല്ല. പക്ഷെ ആ അബ്സ്ട്രാക്ഷനും ശാസ്ത്രത്തിന്റെ, ഇപ്പോ ശാസ്ത്രം ഒരു പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് അതിന്റെ കോൺടെക്സ്റ്റ് നമുക്കൊക്കെ അറിയാം. ഓരോ മേഖലയിലും ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാനായിട്ടോ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൽ പ്രകടനമുണ്ട്. ആ പ്രകടനത്തിന് പുറത്തുള്ള ഒരു കേവല ജ്ഞാനമായിട്ട് ശാസ്ത്രത്തെ സങ്കല്പിക്കുന്നതും ഈ സാമൂഹ്യ ചരിത്ര ബന്ധങ്ങൾക്കകത്തുള്ള ശാസ്ത്രവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒരു നിലയ്ക്ക് നോവലിൽ അത് വരുന്നുണ്ട്. കാരണം ശാസ്ത്രത്തെ പ്രതിഷ്ഠിച്ചിട്ട് ശാസ്ത്രം തന്നെ അല്ല, യുക്തിയെ പ്രതിഷ്ഠിച്ചിട്ട് യുക്തി തന്നെ ദൈവമായി മാറുന്നുണ്ട്. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാണ് അഡ്രസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ആലോചനയിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഭക്തിയും വിഭക്തിയും എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിനെത്താൻ നമ്മുടെ ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു സമർപ്പണം അല്ലേ. നമ്മൾ പൂർണ്ണമായിട്ടും ഭക്തൻ എന്താ ചെയ്യുന്നത്, താൻ എന്തിനെയാണോ താൻ ആരാധിക്കുന്നത് അതിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഒടുവിൽ ഇതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇതിൽ ലയം പ്രാപിക്കലാണെന്നുള്ളതാണ് ഭക്തിയുടെ. പക്ഷെ വിഭക്തി എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യമാണ്. അപ്പൊ വിഭക്തിക്ക് എപ്പോഴും ഈ പാണ്ഡിത്യം എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഈ ഭക്തനിൽ നിന്ന് വിഭക്തൻ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് പാണ്ഡിത്യ ഗർവം എന്ന് പറയുന്ന സാധനം, ഈഗോ വേണം. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈഗോയെ അയാൾ കൊണ്ടുപോയി താൻ എന്തിനാണോ അവിടെ അർപ്പിച്ചു കഴിഞ്ഞാൽ ഈഗോ 0 ആകുന്ന അവസ്ഥ. പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഈ ഈഗോ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ശാസ്ത്രമുണ്ട്, ശാസ്ത്രജ്ഞാനമുണ്ട്. പക്ഷെ ഈ ശാസ്ത്രജ്ഞാനം എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം ലോജിക്കലായിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പാണ്ഡിത്യ ഗർവ് എന്റെ മുന്നിലേക്ക് വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഷ്യസ്നെസ് എന്ന അവസ്ഥ നമ്മൾ കുറച്ചുകൂടെ അടുത്ത തലത്തിൽ സംസാരിച്ച് പോകുന്നത് കേട്ടോ. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ. നമ്മൾ എല്ലാ വസ്തുവിന്റെയും, ഞാൻ അവകാശപ്പെടുകയൊന്നുമല്ല കേട്ടോ, ചിലപ്പോൾ തെറ്റായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുകയോ മനസ്സിലാക്കുകയോ ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ യുക്തികളിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ ഈ എനർജി മാറ്ററിന്റെ ഏറ്റവും സബാറ്റോമിക് തലങ്ങളായിട്ട് ഇന്ന് നമുക്കറിയാവുന്നത് ഇലക്ട്രോണും ക്വാർട്സും. ഈ പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറയുന്ന ക്വാർട്സിന്റെ 3 എണ്ണത്തിന്റെ ഇതിന്റെ സ്പീഡ് ഡയറക്ഷൻ മാറുമ്പോഴുണ്ടാകുന്നുണ്ടാവും. ഫണ്ടമെന്റലായിട്ട് ഏത് വസ്തു എടുത്താലും ഇലക്ട്രോണും ക്വാർട്സും മാത്രമേ ഉള്ളൂ. ശാസ്ത്രത്തിന് അവിടെ വരെ എത്താൻ പറ്റില്ല.
അതിന് താഴെയുള്ള ഫണ്ടമെന്റൽ നമുക്ക് അറിയത്തില്ല. ഈ ഫണ്ടമെന്റലിനെയാണ് ചിലർ അത് കോൺഷ്യസ്നെസ് ആണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു യുക്തിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായി നോക്കും. ഇപ്പൊ അവിടെ നടരാജവിഗ്രഹം എന്ന് പറഞ്ഞ സാധനവും റോക്കറ്റും ഞാനും അതുപോലെ സുനിൽ മാഷ് ഇവിടെ ഇരിക്കുന്ന എല്ലാം അടിസ്ഥാന കണക്ക്, ഞാൻ നേരത്തെ വാസ്ട്രോബൈസിന്റെ കാര്യം പറഞ്ഞതുപോലെ കേവലം ഇലക്ട്രോണുകളുടെയും ക്വാർട്സിന്റെയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മാത്രമാണ് ശാസ്ത്രത്തിന് ഇന്നത്തെ അല്ലേ ഒരു വ്യത്യാസം. അത് തേനിലും വിഷത്തിലും ആണെങ്കിൽ അവർ തന്മാത്രാ തരത്തിൽ അവരുടെ പ്രോപ്പർട്ടി പ്രകടിപ്പിക്കുമെങ്കിലും നമ്മൾ അവയെ മൊത്തത്തിലൊന്ന് അളന്ന് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രോൺസും കുറച്ച് ക്വാർട്സും മാത്രമേ കണ്ടിൽ. അപ്പൊ ഇവിടെ ഇത് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് ഭൗതികമായ ഈ അവസ്ഥയിൽ എന്നെ കാണുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ ഞാൻ വെറും ക്വാർട്സും ഇലക്ട്രോണുമാണ്. കുറഞ്ഞ വർഷം ശാസ്ത്രീയമായി അതിനെ നമുക്ക് നിഷേധിക്കാനാവും. നമുക്കിടയിലുള്ള എയറിലുള്ള തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെയും ക്വാർട്സിന്റെയും ഒരു തുടർച്ചയാണ് നമ്മൾ. ഇതെല്ലാം കൂടെ ചേർന്ന് വാസ്തവത്തിൽ ഒന്നല്ലേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ ഈ അദ്വൈതം എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരുന്നത്. അദ്വൈതം എന്ന് പറയട്ടെ, അപ്പൊ സയൻസിൽ നമുക്കിത് ഒരു കണ്ടിന്യൂമാണ്, കോൺഷ്യസ്നെസിന്റെ ഒരു കണ്ടിന്യൂമാണ്. അപ്പൊ ആ കോൺഷ്യസ്നെസ് തന്നെയാണ് എന്റെയും മാഷിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നതില്ലാതെ. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാകട്ടെ, ഉപാപചയ പ്രവർത്തനങ്ങളാവട്ടെ എല്ലാം നടക്കുന്നുണ്ട്. ഉറങ്ങുമ്പോൾ ഞാൻ വെറുതെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം, അതായത് ഉറങ്ങുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന നമ്മള് ഈ എഴുത്തുകാരേക്കാൾ ഭാവനയോടുകൂടി ഭാവന എത്ര സ്വപ്നങ്ങളാണ് കാണുന്നത്. അപ്പൊ നമ്മളോട് ഒരുപക്ഷെ കാളിയൊന്നും ഫ്രോയിഡും ഒക്കെ പറയും നിങ്ങളുടെ ഉള്ളിലുള്ള വിചാരങ്ങളും വികാരങ്ങളുമാണ് സ്വപ്നങ്ങളായെന്ന് പറയും. ആയിക്കൊള്ളട്ടെ, പക്ഷെ ഈ വിചാരങ്ങൾ എങ്ങനെ സ്വപ്നമായി, അതിന്റെ തിരക്കഥ ആരെഴുതി, എങ്ങനെ ചിത്രമുണ്ടാക്കി, ഇതിലേക്ക് ഞാൻ രാത്രി ചില സ്വപ്നങ്ങൾ കാണും. ഈ സ്വപ്നമൊക്കെ ആരുണ്ടാക്കി? അപ്പൊ എന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ സ്വപ്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഞാനുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് അനുഭവമുണ്ട്. ഇതുപോലെ ഈ ഒരു കോൺഷ്യസ്നെസ്സിനെയാണ് തേടുന്നത്. ഇതൊന്നും ഇതവിടെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ശാസ്ത്രം വ്യത്യസ്തമായി തേടിയാലും ഏത് കാലങ്ങളിൽ തേടിയാലും എന്നും നിലനിൽക്കുന്ന അത് ഒരിക്കലും ഇതിന് ഈ അടിസ്ഥാനപരമായിട്ട് ആദ്യം നിലനിന്നതിന് ഇനി ഒരു മാറ്റവും വരുന്നില്ല. രൂപഭേദം വരുന്നുണ്ട്. ശാസ്ത്രത്തിൽ അതാണ് സംഭവിക്കുന്നത്, ഫിസിക്സിനും അതാണ് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമെന്ന് നമുക്ക് തോന്നുന്നതിനെ നമുക്കൊരു പക്ഷേ അംഗീകരിക്കുവാനായിട്ട് പ്രകടമായിട്ട് സാധ്യമല്ലാത്തത് പോലും അടിസ്ഥാന തലത്തിൽ ഒന്നായിരിക്കും. അപ്പോൾ ശാസ്ത്ര യുക്തിയും മറ്റു യുക്തികളും എല്ലാം ചെന്ന് ചേരുന്ന ഒരു ഏക നമുക്ക് സാധാരണ ജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്നില്ല. ഇതേക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അല്ലാതെ നമുക്ക് ജീവിക്കാം. പക്ഷെ ചില കിറുക്കുള്ളവർ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിലരൊക്കെ ചിന്തിച്ചത് കൊണ്ടാണ് പലതും. എന്റെ ഹൃദയത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യം ഞാൻ കാണുന്നില്ല. പക്ഷെ ഹൃദയത്തെ കുറിച്ച് ചിലർ ചിന്തിക്കുകയും പരീക്ഷണം നടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഹൃദയത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മൾ ചികിത്സിക്കാൻ പറ്റുന്നു. അതുപോലെ ഈ നിലയിൽ ചിന്തിക്കുകയും അനുഭവിക്കുകയും ഒരുപക്ഷെ ഈ ഫിസിക്സിൽ നമുക്ക് പ്രൂവ് ചെയ്യാനാവാത്തത് നമ്മുടെ ശരീരമാകുന്ന ലാബിൽ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് അനുഭവിക്കേണ്ടി വരത്തുള്ളൂ. അപ്പൊ ശരീരമാകുന്ന ലാബിൽ മാത്രമേ അതിനെ ഒരുപക്ഷെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ധാരാളം ചർച്ചകൾക്ക് വകയുള്ള ഒരു ആശയമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിലേക്ക് അധികം കിടക്കാൻ നമുക്ക് സമയമില്ല, 5 മിനിറ്റ് കൂടി ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി ഈ നോവലുമായി ബന്ധപ്പെട്ട് ചോദിക്കണമെന്ന് കരുതുന്നത്, ഈ നോവലിൻ്റെ ഒരു നെറേറ്റീവ് ടെക്നിക്കിനെ കുറിച്ച്, ഒരു ആഖ്യാന രീതിയെ കുറിച്ചൊരു കാര്യം പ്രത്യേകമായിട്ട് പറയണമെന്ന് കരുതി. അത് ഇതിൽ മാത്രമല്ല, പല നോവലുകളിലും ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രമേയപരമായി ഇതിന് ഒരു എന്താ പറയുക, യുക്തിയുടെ അല്ലെങ്കിൽ അയുക്തി തലം പ്രമേയപരമായി പലതിലും വരും. എന്നാൽ അത് പ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ യുക്തിപരമായ, വിശ്വസനീയമായ, ഗ്രാമീണമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിസരങ്ങളിൽ തന്നെയാണ് ജെയിംസ് മിക്കവാറും എല്ലാത്തിനെയും പ്ലേസ് ചെയ്യുന്നത്. ശാസ്ത്രം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പ്രമേയങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ട ആഖ്യാന സ്ഥലം ദൈനംദിനത്വമുള്ളതാണ്, എവരിഡേനെസ് ഉള്ളതാണ്. എന്നാൽ അവിടെ വരുന്ന പ്രമേയമാകട്ടെ എവരിഡേനെസ്സുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു മെറ്റഫിസിക്കലിനോ അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റിക്ക് അപ്പുറം പോകുന്നതുമായ തലങ്ങളിലാണ്. അപ്പൊ ഈ രണ്ട് പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഘടകങ്ങളെ എങ്ങനെയാണ് ഈ ആഖ്യാനത്തിൽ കൂട്ടിപ്പിടിക്കുന്നത്, അതിന്റെ ഒരു രചനാതന്ത്രം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് കുറച്ച് സമയം മിനിറ്റാണോ? ഓക്കെ, അത് ഇത്രയുള്ള സമയം. അതായത് നമുക്ക് ജീവിതത്തിന്റെ ഫിലോസഫികൾ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും വലിച്ചെടുത്തോളൂ പുസ്തകത്തിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് മുളച്ചു നിൽക്കും. നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഫിലോസഫിയെ കണ്ടെത്തുകയാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്ക് പരിചിതമായ അന്തരീക്ഷത്തിൽ നിന്നാണ്. ആനിക്കുളത്തിൽ ഒരു ശവപ്പെട്ടി പണിക്കാരനാണ്, അതുപോലെ ശവക്കൂലി നിർമ്മിക്കുന്ന ആളാണ്. അപ്പൊ ഇവരെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഞാൻ ഒരു ശവപ്പെട്ടി കടയിൽ പോയി ശവപ്പെട്ടി പണിക്കാരന്റെ കൂടെ അവിടെ ഇരുന്ന് അവിടെ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കും. അപ്പൊ ഒരു ശവപ്പെട്ടി കടയിൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ കയറത്തില്ലല്ലോ. അവിടെ കയറി അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ശവപ്പെട്ടിയാണ്. അല്ലാത്തൊരു അനുഭവമാണ്. നമ്മളവിടെ ചെന്ന് ഇരുന്നാലേ നമുക്ക് അനുഭവം കിട്ടുന്നുള്ളൂ. അപ്പൊ അതുപോലെ ശവക്കുഴി എടുക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ശവക്കോട്ടയിൽ ചെല്ലണം, അദ്ദേഹത്തോടു കൂടി സമയം ചെലവഴിക്കണം. ഇവരുടെ സംസാരത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഫിലോസഫി, മരണത്തെ കുറിച്ചുള്ള നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയില്ലാത്ത ഫിലോസഫികൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ നിത്യജീവിതത്തിൽ ഇടപെടുന്ന ചോരശാസ്ത്രം കള്ളനാണ്, മോഷ്ടാവാണ്. പക്ഷെ ആ മോഷ്ടാവിന്റെ ജീവിതത്തിലൂടെ നമുക്കൊക്കെ, അതായത് വലിയ പഠനം നടത്തിയ ഒരാൾക്ക് പോലും പ്രാപിക്കാനാവാത്ത വലിയ ദർശനം ആ മോഷ്ടാവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പ്രാപിക്കാനാവുകയാണ്. നിത്യജീവിതത്തിൽ സാധാരണമായി കാണുന്ന സാഹചര്യങ്ങളിലൂടെ ഇവയെ കണ്ടെത്തുക, മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ ഒരു സാധാരണ വായനക്കാരൻ ഞാനും കൂടെ അടിസ്ഥാനപരമായിട്ട് ഒരു വായനക്കാരനായിട്ട് മാറണം. അല്ലാതെ ഞാനൊക്കെ വലിയ ഫിലോസഫി പറയുന്ന രീതിയിൽ പറഞ്ഞു വെച്ച ഒരു കാര്യമില്ല. അതിന് എനിക്ക് ഫിലോസഫിയുടെ ഒരു ബുക്ക് എഴുതിയാൽ മതി. പക്ഷെ ഫിക്ഷൻ വായിക്കുന്ന, കാൽപ്പനിക കൃതി വായിക്കുന്ന ഒരാളുടെ അയാളുടെ വികാരങ്ങളിലൂടെ അയാളെ കടത്തിക്കൊണ്ടുപോയി അയാൾ അറിയാതെ ഈ ദർശനങ്ങളിലൂടെ അയാൾ സഞ്ചരിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ അയാൾ ഉണ്ടാകുന്നൊരു ആനന്ദമുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാളും നല്ല ദർശനങ്ങളുള്ളവരായിരിക്കും മറ്റുള്ള വായനക്കാർ. നമുക്കറിയത്തില്ല, നമ്മളെക്കാൾ മികച്ച വായനക്കാരുണ്ട്. പക്ഷേ പലരും ഇത് വായിക്കുമ്പോൾ, ഉദാഹരണം ദത്താവരെ വായിക്കുമ്പോൾ ഉണ്ടായ അനുഭൂതി പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ദത്താവരം എന്ന് പറയുന്നത്. കുറച്ച് പേരെ ഉണ്ടാകത്തുള്ളൂ. 20-25 തവണ പുസ്തകം വായിച്ചെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവർ എവിടെ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പൊ ഞാൻ സാധാരണ പരിസരങ്ങളിൽ നിലയിൽ കണ്ടെത്തുകയും ഈ ഞാൻ സഞ്ചരിക്കുന്ന, എന്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ എഴുത്തെന്ന് പറയുന്നത് ഒരേ സമയം എന്റെ കൂടി അന്വേഷണമാണ്. എനിക്ക് ഏതാണ്ട് കുറെ ഡേറ്റയുണ്ട്, അതല്ലാണ്ട് ഞാൻ ബുക്കിലേക്ക് വെക്കുക എന്നുള്ളതല്ല. പലപ്പോഴും ഈ എഴുത്തിൽ, ഈ പുസ്തകത്തിൽ കാണുന്ന പല കാര്യങ്ങളും എഴുത്തിന്റെ ചില മുഹൂർത്തങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്നും കടന്നു വരുന്നു. അതെല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ ഒരു നിൽക്കുന്നിടത്തുനിന്നും തന്നെ ഉറവയിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കാനുള്ള ഒരു മുഹൂർത്തം, ഒരു ദിവ്യ മുഹൂർത്തം, ഒരു കാരുണ്യ മുഹൂർത്തം കിട്ടുമ്പോൾ മാത്രമേ പലപ്പോഴും എഴുത്ത് അപ്പുറത്തേക്ക് വരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ സമയം പൂർത്തിയായതുകൊണ്ട് വളരെ അപൂർണമായി ചർച്ച അപൂർണമായി തന്നെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ആശയങ്ങളിലേക്ക് വഴി തുറക്കുന്ന ഒരു നോവലാണ് നിരീശ്വരൻ ജെയിംസിന്റെ. എല്ലാ നോവലുകൾക്കും ചിന്താപരമായ ഒരു വ്യാപ്തിയുണ്ട്. മലയാള നോവലിന് അങ്ങനെ ചിന്താപരമായ വ്യാപ്തി നൽകിയ ഒരു സവിശേഷ കൃതിയെക്കുറിച്ച് ചില ആശയങ്ങളാണ് പങ്കുവച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.